കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം ഫസ്റ്റ് സെമസ്റ്റർ കോമൺ കോഴ്സ് അറബിക്കിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട മൗഹിബ എന്ന പുസ്തകം. അദർസുൽ അവൽ, ഇതിലെ ഒന്നാമത്തെ പാഠം അമീറത്തുൽ ബിഹാരി സബ ഫിൽ മാദി അൽ ബഈദ്. വളരെ പണ്ട് കാനത്ത് ഹുനാക്ക ജസീറത്തുൻ ജമീലത്തുൻ, മനോഹരമായൊരു ദ്വീപുണ്ടായിരുന്നു. ഫസ്തൽ ബഹരിൽ കബീർ, ഒരു വലിയ കടലിൻ്റെ നടുവിൽ. തഹക്കുമുഹ അമീറത്തുൻ, ഒരു രാജകുമാരിയാണ് ആ ദ്വീപ് ഭരിച്ചിരുന്നത്. ഇസ്മുഹ അമീറത്തുൽ ബിഹാരി സബ, അവരുടെ പേര് അമീറത്തുൽ ബിഹാരി സബ എന്നാണ്. നമ്മുടെ ടൈറ്റിൽ അതാണ്, രാജകുമാരിയുടെ പേരാണ്. കാനത്തിൽ ജസീറത്തു മുഅത്തദിലത്തൽ ജവ്വി തൂലസനത്തി, ആ ദ്വീപ് വർഷം മുഴുവൻ നല്ല കാലാവസ്ഥയിലായിരുന്നു. കൂടുതൽ മഴയോ അമിതമായ ചൂടോ ഇല്ലാത്ത നല്ല ഒരു കാലാവസ്ഥയാണ് ആ ദ്വീപിൽ വർഷം മുഴുവൻ ലഭിക്കുക. തക്സുഹ അൽ ഗാബാത്തുൽ ഖദ്റ ഉൽ മലിഅതു ബി അഷ്ജാരിൽ ഫവാക്കിഹി, ഫലവൃക്ഷങ്ങളാൽ നിറഞ്ഞ കാടുകളാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപായിരുന്നു അത്. തക്സു, അതിനെ മൂടിയിരുന്നു. അൽ ഗാബാത്തു, കാടുകൾ. കാന അഹ്ലുൽ ജസീറത്തി അമലുന ബി സയ്യിദി സമക്കി, ആ ദ്വീപുകാർ മത്സ്യബന്ധനമാണ് തൊഴിലായി സ്വീകരിച്ചിരുന്നത്. കമാക്കാനു യവൂസുനഫി അമാക്കിൽ ബിഹാർ, അതേപോലെ അവർ കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് ചെല്ലുമായിരുന്നു. യബ്ഹസൂന അനിൽ ലുഅ്ലുഇ, മുത്തുകൾ അന്വേഷിച്ചുകൊണ്ട്. യജ്മഊന അൽ മിഹാറ, അങ്ങനെ അവർ കടലിൻ്റെ അടിത്തട്ടിൽ നിന്നും മുത്തുച്ചിപ്പികൾ ശേഖരിക്കുമായിരുന്നു. കാനത്ത് അമീറത്തുൽ ബിഹാരി സബതി തസ്കുൻഫി ഖസ്രിൻ ജമീലിൻ, രാജകുമാരി ഒരു മനോഹരമായ കൊട്ടാരത്തിലായിരുന്നു താമസിച്ചിരുന്നത്. തുഹിയത്തു ബിഹി അൽ അസ്ജാർ വൽ അസ്ഹാറു, മരങ്ങളാലും പൂക്കളാലും വലയം ചെയ്യപ്പെട്ട മനോഹരമായൊരു കൊട്ടാരം. ബുനിയൽ ഖസുർ ഫൗക തെല്ലിൻ കബീരിൻ, വലിയൊരു കുന്നിൻ്റെ പുറത്താണ്, ഒരു കുന്നിൻ്റെ മേലെയാണ് ഈ കൊട്ടാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഫി വസ്തുൽ ജസീറ, ദ്വീപിൻ്റെ മധ്യത്തിലായിക്കൊണ്ട്. യുഹിബു അഹ്ലുൽ ജസീറത്തെ അമീറത്തഹും, ദ്വീപിലെ ആളുകൾ അവരുടെ അമീറത്തിനെ, അവരുടെ റാണിയെ, രാജകുമാരിയെ ഇഷ്ടപ്പെട്ടിരുന്നു. ലിഅന്നഹ തഖ്ദുമുഹും വതഹക്കുമു ബൈനഹും ബിൽ അദ്ലി, കാരണം അവർക്ക് സേവനം ചെയ്യുകയും നീതിയോടെ അവിടെ ഭരണം നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ നീതിയോടെ ഭരണം നടത്തിയിരുന്ന രാജകുമാരി ആയതുകൊണ്ട് തന്നെ ദ്വീപ് നിവാസികൾക്കെല്ലാം അവരെ വലിയ ഇഷ്ടമായിരുന്നു. ലം യക്കുൻ അഹ്ലുൽ ജസീറത്തി യുഷാഹിദൂൻ അൽ ഖുറബ, ആ ദ്വീപുകാർ അപരിചിതരെ കണ്ടിരുന്നില്ല. ഗൈറ മറത്തിൻ വാഹിദത്തിൻ ഫിസ്സന, വർഷത്തിൽ ഒരിക്കലല്ലാതെ. വദാലിക, അത് ഇൻദമാ തസൂറുഹും സഫീനത്തുൽ ലഹ്മ, അവരെ വലിയ കപ്പൽ സന്ദർശിക്കുമ്പോഴാണ്. അപ്പോൾ വർഷത്തിലൊരിക്കൽ ഒരു വലിയ കപ്പൽ അവിടെ വരും. അപ്പോഴാണ് അവർ ദ്വീപിന് പുറത്തുള്ള ആളുകളെ കാണുന്നത്, വർഷത്തിലൊരിക്കൽ മാത്രം. ഇസ്മുഹ, ആ കപ്പലിൻ്റെ പേരാണ് സഫീനത്തു തുജാർ, കച്ചവടക്കാരുടെ കപ്പൽ. യഹ്ലുർ തുജാറു ഇലാ തിൽക്കൽ ജസീറത്തി, കച്ചവടക്കാർ ആ ദ്വീപിലേക്ക് എത്തും. മിൻ അമാക്കിന ബഈദത്തിൻ, വിദൂരമായ സ്ഥലങ്ങളിൽ നിന്നും. എന്തിനു വേണ്ടി അവർ വരുന്നത്? ലിയഅറലു ബലാഇഅഹും, അവരുടെ സാധനങ്ങൾ, അവരുടെ കച്ചവട ചരക്കുകൾ അവിടെ വിൽക്കാൻ വേണ്ടി, അവർക്ക് കാണിച്ചു കൊടുത്ത് അവർക്ക് വിൽക്കാൻ വേണ്ടി. അല അഹ്ലിൽ ജസീറത്ത്, ദ്വീപുകാർക്ക്. എന്തൊക്കെയാണ് അവർ കൊണ്ടുവരിക? മിഥൽ മലാബിസ് വൽ ഉത്തൂർ, സുഗന്ധങ്ങളും വസ്ത്രങ്ങളും പോലെയുള്ള ചരക്കുകളാണ് കപ്പലിൽ അവർ കൊണ്ടുവരുന്നത്. പിന്നെയോ അവർ വരുന്നത് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി മാത്രമല്ല, വലിയ യസ്തറു മിൻഹും അല്ലുഅ, ഇവരിൽ നിന്നും മുത്തുകൾ വാങ്ങാൻ വേണ്ടി കൂടെയാണ്. ഇവർ കടലിൽ നിന്നും ശേഖരിച്ച മുത്തുകൾ അവർ വാങ്ങുകയും ചെയ്യും. കാന അഹ്ലുൽ ജസീറത്തി യഅരിഫൂനൽ മൗഇദ് അല്ലദി തഹ്ലുറു ഫീഹി സഫീനത്തു മിൻ കുല്ലി സനത്തിൻ, ഓരോ വർഷവും ഈ കപ്പൽ വരുന്ന സമയം ഈ ദ്വീപുകാർക്കറിയാം. ഏത് സമയത്താണ് കപ്പൽ വരിക എന്നത് ഇവർക്ക് അറിയാം. ഖറജ സയ്യാദൂന ദാത്തയോ മിൻ ബുയൂത്തിഹിം, ഒരു ദിവസം മീൻപിടുത്തക്കാർ തങ്ങളുടെ വീടുകളിൽ നിന്നും പുറത്തിറങ്ങി. വത്തജഹു ഇല മറാക്കിബിഹിം അഷിറാഇയത്തി സഗീറ, അങ്ങനെ അവർ തങ്ങളുടെ ചെറിയ ഫിഷിംഗ് ബോട്ടുകളിലേക്ക് തിരിഞ്ഞു. ലിയസ്താദു അസമക്ക, മത്സ്യബന്ധനത്തിന് വേണ്ടി. ഫജതൻ, പെട്ടെന്ന് സ്വാഹ അഹദുർ റിജാലി, ഒരാൾ നിലവിളിച്ചു, അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞു. ഒരാൾ വിളിച്ചു പറയുകയാണ്. എന്നാ പറഞ്ഞത്? ഉൻദുറു, നോക്കൂ, ഹുന ഫതൻ മുൽക്കൻ അല റമാലി ഷാത്തി, കടൽ തീരത്തെ പൂഴിയിൽ ഒരു യുവാവ് വീണ് കിടക്കുന്നുണ്ട്. വഹുവ മുഗ്മ അലൈഹി, അയാൾ ബോധരഹിതനായി കിടക്കുകയാണ്. വബിജാനിഹി ഖിത്വത്തു ഖശ്ബിൻ, അയാളുടെ അടുക്കലൊരു മരത്തടിയുണ്ട്, ഒരു ചെറിയൊരു മരത്തടിയുടെ കഷ്ണമുണ്ട്. ഹമല സയ്യാദൂന അൽ ഫത ഇല ഖസ്രി അമീറത്തുൽ ബിഹാരി സബത്ത്, അങ്ങനെ മീൻപിടുത്തക്കാർ ആ യുവാവിനെ
തങ്ങളുടെ അമീറത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അർസലത്തിൽ അമീറത്ത് ഇല തൊബീബി, അമീറത്ത് ഡോക്ടറുടെ അടുക്കലേക്ക് ആളയച്ചു. ഫജാ അലിയു ആലിജൽ ഫത അൽ മുഹമാലേഹി, അങ്ങനെ ഡോക്ടർ ആ ബോധരഹിതനായ ആ യുവാവിനെ ചികിത്സിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ബാദ അയ്യാമിൻ, ദിവസങ്ങൾക്ക് ശേഷം തഹസനത്ത് സിഹത്തുൽ ഫത, യുവാവിൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടു. ഫഅഖദഹു അൽ ജുനൂദ് ഇലൽ അമീറത്തി, അങ്ങനെ പട്ടാളക്കാർ സൈനികർ അയാളെ അമീറത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ബാദ അൻ ലബിസൽ അജ്മൽ അൽ മലാബിസ്, വളരെ ഭംഗിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചതിന് ശേഷമാണ് ആ യുവാവിനെ അവരെ അമീറത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നത്. സഅലത്തുഹു അൽ അമീറത്ത്, അമീറത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, മൻ അൻത, താങ്കൾ ആരാണ്? വമിൻ ഐന ഹലർത്ത്, എവിടെ നിന്നാണ് വന്നത്? അജാബൽ ഫത്ത, മറുപടി പറഞ്ഞു ഫത്ത, അനൽ അമീർ സൈനുസമാൻ ഇബ്നു മലിക് നുഅ്മാൻ, ഞാൻ നുഅ്മാൻ രാജാവിൻ്റെ മകനായ അമീർ സൈനുസമാനാണ് എന്ന് പറഞ്ഞു. ഖറജ്തു മഅ അസ്ഹാബി, ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം പുറപ്പെട്ടു. ഫീ രഹലത്തിൻ ബഹരിയ, ഒരു കടൽ യാത്രയ്ക്ക്. ഹബ്ബത്ത് അലൈന ആസിഫത്തുൻ ഷദീദത്ത്, അങ്ങനെ ഞങ്ങൾ കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഞങ്ങളുടെ മേൽ വലിയൊരു കൊടുങ്കാറ്റടിച്ചു. ആസിഫ, കൊടുങ്കാറ്റ്. ഫതഹത്തമത് സഫീനത്തു, അങ്ങനെ കപ്പൽ തകർന്നു പോയി. ലം ആരിഫ് മാ ഹദസ ബഅദ ദാലിക, അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല. ഫതഹ്തു ഐനയ്യ, ഞാൻ എൻ്റെ കണ്ണുകൾ തുറന്നു. ഫവജത്തു നഫ്സി ഫി ഹാദിഹിൽ ജസീറ, അപ്പോൾ ഞാൻ ഈ ദ്വീപിലായിക്കൊണ്ടാണ് എന്നെ കാണുന്നത്. കാലത്തിൽ അമീറത്ത് പറഞ്ഞു, മർഹബൻ ബിക്ക ഇലാ ഹാദിഹിൽ ജസീറത്തി അയ്യുഹൽ അമീർ, അമീറെ താങ്കൾക്ക് ഈ ദ്വീപിലേക്ക് സ്വാഗതം. സുമ്മ തൊലബത്ത് മിനൽ ജുനൂദി, പിന്നെ അമീറത്ത് പട്ടാളക്കാരോട് ആവശ്യപ്പെട്ടു, അന്യ ഉഹുദൂഹു ഇല കസ്രിഹൽ അഹ്ലർ, അദ്ദേഹത്തെ തൻ്റെ പച്ചക്കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ. അമീറത്തിന് ഒരു പച്ചക്കൊട്ടാരമുണ്ട്. ഈ അമീറിനെ അവിടെ താമസിപ്പിക്കാൻ കൊണ്ടുപോകാൻ പട്ടാളക്കാരോട് ഇവർ പറഞ്ഞു. ലിയസ്കുന ഫിഹി, അവിടെ താമസിക്കാൻ വേണ്ടി. ഖാന ഖസ്റൻ ജമീലൻ, അതൊരു ഭംഗിയുള്ള കൊട്ടാരമായിരുന്നു. ഫിഹി ഹാരിസും വഹാദിമുൻ, വേലക്കാരും കാവൽക്കാരും ഒക്കെയുള്ള ഭംഗിയുള്ളൊരു കൊട്ടാരമാണത്. അങ്ങനെ മറത്തിൽ അയ്യാമു, ദിവസങ്ങൾ കടന്നുപോയി. കാനൽ അമീറു യഖ്റുജു ഫി സ്വബാഹി ലിയതജവ്വല ഫിൽ ജസീറ, അമീർ പ്രഭാതത്തിൽ ഈ ദ്വീപിൽ ചുറ്റി സഞ്ചരിക്കാൻ വേണ്ടി പുറപ്പെടും. വയദ്ഹബു ഇല ഷാത്തി, കടൽ തീരത്തേക്ക് പോകും. ഷാത്തി മീൻസ് തീരം. സുമ്മ യഊദു ഇലൽ ഖസ്രി ഫിൽ മസായി, പിന്നെ വൈകുന്നേരം കൊട്ടാരത്തിലേക്ക് മടങ്ങും. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാത്തയോമിൻ, ഒരു ദിവസം, കാനൽ അമീർ യജ്ലിസു ഫൗക സഖ്റത്തിൻ അല ഷാത്തി, തീരത്തുള്ള ഒരു പാറയുടെ മേൽ ഇരിക്കുകയായിരുന്നു നമ്മുടെ അമീർ. സമയ റജുലൻ യുനാദി, അപ്പോൾ ഒരു ആൾ വിളിച്ചു പറയുന്നത് കേട്ടു. ബിസൗത്ത് നാലിൻ, വലിയ ശബ്ദത്തിൽ. എന്താണ് പറയുന്നത്? തിൽക സഫീനത്തുൻ ലഹ്മത്തുൻ കാദിമത്തുൻ മിൻ ബഈദ്, അതാ ദൂരെ നിന്നും ഒരു വലിയ കപ്പൽ വരുന്നു എന്നാണ് വിളിച്ചു പറയുന്നത്. സ്വാഹ റജുലുൻ ആഖർ, അപ്പോൾ മറ്റൊരാൾ വിളിച്ചു പറഞ്ഞു, ഹാദിഹി ലൈസത്ത് സഫീനത്ത് തുജാർ, ഇത് നമ്മുടെ കച്ചവടക്കാരുടെ കപ്പലല്ല. കാല റജുലുൻ അജൂസുൻ, അപ്പോൾ പ്രായമുള്ള ഒരാൾ പറഞ്ഞു, ഹാദിഹി സഫീനത്തുൻ ഗരീബ, ഇതൊരു അപരിചിതമായ കപ്പലാണല്ലോ. ലം ഉഷാഹിദ് ഹാമിൻ ഖബിൽ, ഞാൻ മുമ്പ് ഇത് കണ്ടിട്ടില്ല. ഇഖ്തറബത്ത് സഫീനത്തു മിന ഷാത്തി, അങ്ങനെ കപ്പൽ തീരത്തോടടുത്തു. ഫസാഹൽ അമീർ, അപ്പോൾ നമ്മുടെ അമീർ വിളിച്ചു പറഞ്ഞു, ഹാദിഹി സഫീനത്തു മിൻ ബിലാദി, ഇതെൻ്റെ നാട്ടിൽ നിന്നുള്ള കപ്പലാണ്. വഖഫത്ത് സഫീനത്ത് നിർത്തി. ഫഅസ്റഅ ഇലൈഹൽ അമീർ, അമീർ അതിലേക്ക് കുതിച്ചു പാഞ്ഞു. ഇൻദമാ ഷാഹദ ഖായിദു സഫീനത്തി അൽ അമീർ ഖാല, ഖായിദു സഫീന, ക്യാപ്റ്റൻ അമീറിനെ കണ്ടപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, സയ്യിദി അൽ അമീർ അൽഹംദുലില്ലാഹി അലാ സലാമത്തിക, താങ്കൾ സുരക്ഷിതമായിരിക്കുന്നതിൽ അൽഹംദുലില്ലാഹ്. ബഹ്റന അൻക ഫീ കുല്ലി ബിഹാരിൻ, അങ്ങേ ഞങ്ങൾ എല്ലാ കടലുകളിലും സെർച്ച് ചെയ്തു. ഫലം നജിദ്ക, എന്നാൽ അങ്ങയെ ഞങ്ങൾ കണ്ടില്ല. സയക്കൂൻ വാലിദുക അൽ മലികു സഈദൻ, അങ്ങയുടെ പിതാവ് രാജാവ് വളരെ സന്തോഷവാനാകും. ഇന്ദമാ തഊദുമാന, അങ്ങ് ഞങ്ങളോടൊപ്പം തിരിച്ചു പോകുമ്പോൾ. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്നും വരുന്ന ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കപ്പലാണല്ലേ, രാജാവിൻ്റെ കപ്പലാണ് വന്നിരിക്കുന്നത്. ഖലാ ഖായിദു സഫീനത്തി വൽ ബഹാറത്തു അയ്യാമൻ ഫിൽ ജസീറത്തി, ക്യാപ്റ്റനും നാവികരും ദിവസങ്ങൾ ജസീറത്തിൽ കഴിച്ചുകൂട്ടി. സുമ്മസ്തഅദ്ദു ലിസ്സഫരി, പിന്നെ അങ്ങനെ അവർ തിരിച്ചു പോകാൻ തയ്യാറായി. ഫഖറജത്തിൽ അമീറത്ത് വ അഹ്ലുൽ ജസീറത്തിൽ യുവദ്ദിഉൽ അമീറ, അങ്ങനെ നമ്മുടെ രാജകുമാരിയും ദ്വീപ് നിവാസികളും അവരെ യാത്രയാക്കാൻ വേണ്ടി പുറപ്പെട്ടു. ഇന്ദമാ തഹറക്കത്തി സഫീനത്തു, കപ്പൽ ചലിച്ചപ്പോൾ, കപ്പൽ നീങ്ങിയപ്പോൾ, ഹസിനത്തിൽ അമീറത്ത് ദുഃഖിച്ചു. വബക അഹ്ലുൽ ജസീറ, ദ്വീപുകാരെല്ലാവരും കരഞ്ഞു. ബഅദ ഖംസത്തി അശ്ഹുരിൻ, അങ്ങനെ
5 മാസങ്ങൾക്ക് ശേഷം വസലത്ത് സഫീനത്തുൽ ലഹ്മത്തുനിൽ ജസീറ, വലിയൊരു കപ്പൽ വീണ്ടും ജസീറത്തിലേക്ക് വന്നു. ഫഖറജത്തിൽ അമീറത്തു വ അഹ്ലുൽ ജസീറത്തിൽ ഇസ്തിഖ്ബാലിഹ, അങ്ങനെ കപ്പൽ വന്നതറിഞ്ഞപ്പോൾ അമീറത്തും ദ്വീപുകാരും കൂടെ ആ കപ്പലിനെ സ്വീകരിക്കാൻ വേണ്ടി പുറപ്പെട്ടു. നസല മിന സഫീനത്തി അൽ അമീറു സൈനുസമാൻ വവാലിദുൽ മലിക്കി വവാലിദുഹു അൽ മലിക്കു വവാലിദത്തുഹു അൽ മലിക്കത്തു, അങ്ങനെ ആ കപ്പലിൽ നിന്നും സൈനുസമാൻ രാജകുമാരനും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളായ രാജാവും റാണിയും പുറത്തിറങ്ങി. ശക്കർ അൽ മലിക്കു അൽ അമീറത്ത, രാജാവ് അമീറത്തിന് നന്ദി പറഞ്ഞു. സുമസ അലഹ, തൻ്റെ മകനെ ഇവിടെ രക്ഷപ്പെടുത്തി താമസിപ്പിച്ചതിന് നന്ദി പറഞ്ഞു മലിക്ക് രാജകുമാരിയോട്. സുമസ അലഹ, എന്നിട്ട് മലിക്ക് അവരോട് ചോദിച്ചു, രാജകുമാരിയോട് ചോദിച്ചു, ഹൽ തതസവ്വജീന വലതി, നീ എൻ്റെ മകനെ വിവാഹം കഴിക്കുമോ? അത് കേട്ടപ്പോൾ നളറത്തിൽ അമീറത്തു ഇല സൈനുസമാൻ, അമീറത്ത് രാജകുമാരനെ നോക്കി. സുമബ്തസമത്, പിന്നെ പുഞ്ചിരിച്ചു. ജസീറത്ത് ഹഫ്ലാത്തിൻ കബീറത്തൻ, ദ്വീപുകാർ വലിയ ആഘോഷങ്ങൾ നടത്തി. ലില്ലാറൂസൈനി, ഈ നവദമ്പതികൾക്ക് വേണ്ടി. അങ്ങനെ അവരുടെ കല്യാണം കഴിഞ്ഞു. ബഅദ അയ്യാമിൻ, ദിവസങ്ങൾക്ക് ശേഷം ഖാദർ അൽ മലിക് വൽ മലിക്കത്തു അൽ ജസീറത്ത, പിതാവായ രാജാവും മാതാവായ റാണിയും അവർ ഈ ദ്വീപിൽ നിന്നും പോയി. വത്തറക്ക അൽ അമീർ മാ സൗജത്തിഹി അൽ അമീറത്ത്, അവരുടെ മകനായ അമീറിനെ ഈ രാജകുമാരിയോടൊപ്പം ഈ ദ്വീപിൽ വിട്ടുകൊണ്ട് അവർ തങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചു പോയി. ഇതാണ് കഥ. ഇതിൽ തദ്രിബാത്ത് സിൽ ബൈന ഇബാറത്തൈനി മുത്തനാസിബത്തൈനി, അനുയോജ്യമായ സെൻറ്റൻസുകൾ പരസ്പരം ചേർക്കാം. അഗറക്കത്തിൽ ആസിഫത്തു, ആസിഫത്ത് കൊടുങ്കാറ്റ് മുക്കി കളഞ്ഞു. എന്തിനാണ് മുക്കി കളഞ്ഞത്? സഫീനത്തൽ അമീരി, അല്ലേ, അമീറിൻ്റെ കപ്പലിനെ. റഅ സയ്യാദുന, മീൻപിടുത്തക്കാർ കണ്ടു. എന്ത് കണ്ടു? റജുലൻ മുൽക്കൻ അലഷാത്തുയി, തീരത്ത് വീണ് കിടക്കുന്ന ഒരു യുവാവിനെ, ഒരു ആളെ കണ്ടു. തഹക്കുമുൽ അമീറത്ത് ഭരിക്കുന്നു. അമീറത്ത് ഭരിക്കുന്നത് എവിടെയാണ്? ജസീറത്തുൽ ബിഹാരി സഭയെ ഭരിക്കുന്നു. ഫരിഹ അഹ്ലുൽ ജസീറത്ത് എന്തമാ വസല സഫീനത്തുൽ അമീർ, എന്തമാ വസല അൽ അമീർ സൈനുസമാൻ വാലിദേഹി, അല്ലേ, ദ്വീപുകാർ വസലൽ അമീർ സൈനുസമാൻ വാലിദെ, അമീർ സൈനുസമാൻ തൻ്റെ മാതാപിതാക്കളോടൊപ്പം എത്തിയപ്പോൾ അവർ സന്തോഷിച്ചു. ലം യുഷാഹിദ് അർ റജുലുൽ അജൂസു, ഈ പ്രായമായ ആൾ കണ്ടിട്ടില്ല. എന്ത് കണ്ടിട്ടില്ല? തിൽക്ക സഫീനത്തെ മിങ്കബിൽ, ആ കപ്പൽ മുമ്പ് കണ്ടിട്ടില്ല. ബഹസ ഖായിദു സഫീനത്തെ അനിൽ അമീരി ഫി കുല്ലിൽ ബിഹാരി, ക്യാപ്റ്റൻ അമീറിനെ എല്ലാ കടലിലും തിരഞ്ഞു. ഇനി അജീബ്, ഉത്തരം എഴുതുക. മത്ത യുഷാഹിദു അഹ്ലുൽ ജസീറത്തെ അൽ ഉറബ, അഹ്ലുൽ ജസീറത്ത് ദ്വീപുകാർ എപ്പോഴാണ് അപരിചിതരെ കാണുന്നത്? യുഷാഹിദു അഹ്ലുൽ ജസീറത്തെ അൽ ഉറബ ഇന്ദമാ യസിലു ഇന്ദമാ തസിലു സഫീനത്തു തുജാർ, അല്ലേ, സഫീനത്തു തുജാർ എത്തുമ്പോഴാണ്, സഫീനത്തു തുജാർ ഇലാ ജസീറത്തിഹിം, അവരുടെ ദ്വീപിലേക്ക് എത്തുമ്പോഴാണ് അവർ എന്ത് ചെയ്തിരുന്നത്? ഉറബിനെ കണ്ടിരുന്നത്. മാതാ ഹദസലിൽ അമീർ സൈനുസമാൻ എന്തമാ കാന ഫി റിഹലത്തിൽ ബഹരിയ, അമീർ സൈനുസമാൻ കടൽ യാത്രയിലായിരുന്നപ്പോൾ എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തിന്? ഹബ്ബത്തിൽ റീഹു, അല്ലെങ്കിൽ ഹബ്ബത്തിൽ ആസിഫത്ത്, കൊടുങ്കാറ്റടിച്ചു. ഹലക്കത്ത് സഫീനത്തു, അദ്ദേഹത്തിൻ്റെ കപ്പൽ തകർന്നു പോയി. അങ്ങനെ എന്ത് ചെയ്തു? പിന്നെ അംസക്കൽ അമീറു ഹഷ്ബത്തൻ വസല ഇലൽ ജസീറത്തി, ഒരു മരത്തടി പിടിച്ചുകൊണ്ട് എവിടെ എത്തി? ജസീറത്തിലെത്തി. കൈഫ ഇസ്തഖബലത്തിൽ അമീറത്തു സൈനുസമാൻ, അമീറത്ത് സൈനുസമാനെ എങ്ങനെയാണ് സ്വീകരിച്ചത്? ഇസ്തഖബലത്തിൽ അമീറത്തു സൈനുസമാൻ, അമീർ സൈനുസമാനെ സ്വീകരിച്ചു. ബിസുറൂറിൻ, സന്തോഷത്തോടെ. കൈഫ കാനൽ അമീറു യക്ലി യൗമഹു ഫിൽ ജസീറത്തി, അമീർ എങ്ങനെയാണ് തൻ്റെ ദിനങ്ങൾ ജസീറത്തിൽ ചിലവഴിച്ചിരുന്നത്? ഇന്നഹു യഖ്റുജു ഫി സ്വബാഹി വ യതജവ്വലു ഫിൽ ജസീറത്തി വാ യക്ലി വാ യജ്ലിസു, അല്ലെങ്കിൽ വാ യഖൂമു ഫി ഷാത്തി, തീരത്ത് നിൽക്കും. സുമ ഫിൽ മസായി യഊദു ഇലാ ഖസ്രിഹി, തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങും, അല്ലേ, അങ്ങനെയാണ് ചിലവഴിച്ചിരുന്നത്. ലിമാദാ ശക്കറൽ മലിക്കു അൽ അമീറത്ത, എന്തിനാണ് രാജാവ് ഈ രാജകുമാരിയോട് നന്ദി പറഞ്ഞത്? ശക്കറൽ മലിക്കു അൽ അമീറത്ത, അമീറത്തിനോട് നന്ദി പറഞ്ഞു. ലി അന്നഹ
അങ്കദത്ഹു ലി അന്നഹ അങ്കദത്ത് ഇബ്നഹു അല്ലേ, ലി അന്നഹ അങ്കദത്ത് ഇബ്നഹു, കാരണം അവർ തൻ്റെ മകനെ രക്ഷപ്പെടുത്തി, അതുകൊണ്ടാണ് നന്ദി പറഞ്ഞത്. ലിമാദ ഇബ്തസമത്തിൽ അമീറത്ത് എന്തിനാണ് പുഞ്ചിരിച്ചത്? ഇത് ചോദിച്ചപ്പോൾ എന്തിനാണ് പുഞ്ചിരിച്ചത് കല്യാണം കഴിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഇബ്തസമത്തിൽ അമീറത്ത് പുഞ്ചിരിച്ചു. ലി അന്നഹ തുഹിബുൽ അമീറ, കാരണം അവൾ അമീറിനെ ഇഷ്ടപ്പെട്ടിരുന്നു. തുവാഫിക്കു അൻ തതസവ്വജഹു, അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ അവൾക്ക് സമ്മതവുമാണ് അല്ലേ, സമ്മതമായിരുന്നു, അതുകൊണ്ടാണ് അവൾ പുഞ്ചിരിച്ചത്. അലാമത്ത്, ശരിയടയാളം ഇടണം എവിടെ? ശരിയായ സെൻറ്റൻസിൽ. അൽ ഹയാത്ത് ഫിൽ ജസീറത്തി അജ്മൽ മിനൽ ഹയാത്ത് ഫിൽ മദീനത്തി, പട്ടണത്തിലുള്ള ജീവിതത്തെക്കാൾ മനോഹരമാണ് ദ്വീപിലുള്ള ജീവിതം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലേ, അത് ഇന്നത് ശരി ഇന്നത് തെറ്റിയെന്നൊന്നും പറയാൻ പറ്റില്ല. ലാബുദ്ദ അൻ നുസാഇദ മൻ യഹ്താജു ഇലൽ മുസാഅദ, സഹായം ആവശ്യമുള്ളവരെ നമ്മൾ സഹായിക്കണം, അത് ശരിയാണ്. യസ്കുനു സൗജ് ഫി ബലദി സൗജത്തിഹി, ഭർത്താവ് തൻ്റെ ഭാര്യയുടെ നാട്ടിൽ താമസിക്കുന്നു, അതും ശരിയും തെറ്റും എന്നൊന്നും പറയാൻ പറ്റില്ല, ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് താമസിക്കും. ലാബുദ്ദ അൻ യഅരിഫൽ ഇൻസാനു അസ്സിബാഹത്ത, അത് വേണേൽ ശരിയാണെന്ന് പറയാം അല്ലേ, ഒരാൾക്ക് നീന്തൽ അറിയൽ അനിവാര്യമാണ്. ഇനി മയ്യിസ് അൽ ഇസ്മ വൽ ഫിഅല വൽ ഹർഫ മിനൻ നസ്, പാഠഭാഗത്തു നിന്നും ഇസ്മുകളും ഫീലുകളും ഹർഫുകളും വേർതിരിച്ച് കോളങ്ങളാക്കി എഴുതുക. ഇസ്മ എന്നാൽ നൗൺ അല്ലേ, ഉദാഹരണം അൽ ജസീറത്ത്. ഫിഅല എന്നാൽ വെബ്, ഉദാഹരണം ഹക്കമ ഭരിച്ചു. ഹർഫ് പ്രിപ്പൊസിഷൻസ് പോലുള്ള സാധനങ്ങൾ, ഉദാഹരണം ഫി, അത് എന്ത് ചെയ്യുക എഴുതുക. അടുത്തത് ഹവിൽ കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ മാറ്റി എഴുതാം. മിസാൽ ബനന്നാസു അൽ കസ്ര, ജനങ്ങൾ കൊട്ടാരം നിർമ്മിച്ചു. അതെങ്ങനെയാണ് മാറ്റി എഴുതിയത്? ബുനിയൽ കസുറു, കൊട്ടാരം നിർമ്മിക്കപ്പെട്ടു. ഇവിടെ ബനന്നാസു അൽ കസ്ര എന്നത്, ബന എന്നത് എന്താണ്? മജ്ഹൂലായ ഫീലാണ്, അതായത് ബന അന്നാസു എന്നുള്ളതിൽ ബന എന്നത് മഅറൂഫായ ഫീലാണ്, ആക്റ്റീവ് വോയിസ് അല്ലേ, നിർമ്മിച്ചു. ഇനി അതിൻ്റെ മജ്ഹൂലായ രൂപമാണ് ബുനിയ, നിർമ്മിക്കപ്പെട്ടു, പാസീവ് വോയിസ്. അപ്പോൾ ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസ് ആക്കി എഴുതുക. ഓക്കെ. കതബത്ത് തിൽമീദു അദ്ദർസ, വിദ്യാർത്ഥി പാഠം എഴുതി, അതിനെ മജ്ഹൂലാക്കിയാൽ കുത്തിബത്ത് ദർസു, പാഠം എഴുതപ്പെട്ടു. അക്കലത്തിൽ ബിന്ദു അത്തുഫാഹത്ത, പെൺകുട്ടി ആപ്പിൾ തിന്നു. ഉക്കിലത്തി തുഫാഹത്തു, ആപ്പിൾ തിന്നപ്പെട്ടു. ഫഹിമത്തെ തിൽമീദത്തു അൽ കിസ്സത്ത, വിദ്യാർത്ഥിനി കഥ മനസ്സിലാക്കി. ഫുഹിമത്തിൽ കിസ്സത്തു, കഥ മനസ്സിലാക്കപ്പെട്ടു. ഫതഹൽ മുഅല്ലിം അൽ ബാബ, അധ്യാപകൻ വാതിൽ തുറന്നു. ഫുതിഹൽ ബാബ്, വാതിൽ തുറക്കപ്പെട്ടു. അതാണ് മഅറൂഫും മജ്ഹൂലും. ഇർബിസ് കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ എന്ത് ചെയ്യുക, മാറ്റി എഴുതുക, യോജിപ്പിക്കുക. റബത മീൻസ് യോജിപ്പിക്കുക. യുഹിബു അഹ്ലുൽ ജസീറത്തി അമീറത്തഹും, ഫുൾ സ്റ്റോപ്പ്. ജസീറത്തിലുള്ളവർ തങ്ങളുടെ അമീറത്തിനെ ഇഷ്ടപ്പെടുന്നു. അടുത്ത സെൻറ്റൻസ് അൽ അമീറത്തു തഖ്ദിമു അഹ്ലൽ ജസീറത്തി, അമീറത്ത് ജസീറത്തുകാർ ദ്വീപുകാർക്ക് സേവനം ചെയ്യുന്നു. അത് 2 സെൻറ്റൻസുകളാണ്. ആ 2 സെൻറ്റൻസുകളെ ഒരു സെൻറ്റൻസാക്കി മാറ്റി എഴുതി, അങ്ങനെയാണ് ചേർത്തത്. അതെങ്ങനെയാണ് എഴുതിയെന്ന് നോക്കാം. യുഹിബു അഹ്ലുൽ ജസീറത്തി അമീറത്തഹും, അതിൽ മാറ്റമില്ല. അഹ്ലുൽ ജസീറത്ത് അമീറത്തെ, അവരുടെ അമീറത്തിനെ ഇഷ്ടപ്പെടുന്നു. ലി അന്നഹ തഖ്ദിമുഹും, കാരണം അവൾ അവരെ സേവിക്കുന്നു. ഓക്കെ. ആ രണ്ടാമത്തെ സെൻറ്റൻസ് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ സെൻറ്റൻസ് എഴുതി അല്ലേ. അപ്പോൾ ലി അന്ന എന്ന് പറഞ്ഞാൽ കാരണം, ലി അന്നഹ കാരണം അവൾ, ലി അന്നഹു കാരണം അവൻ, ലി അന്ന മുഹമ്മദൻ കാരണം മുഹമ്മദ്. അങ്ങനെ കാരണം എന്ന് പറയാൻ വേണ്ടി ലി അന്ന എന്ന് ചേർത്ത് കൊടുത്താൽ മതി. അടുത്തത് യുഹിബുൽ ഔലാദു ഉമ്മഹും, കുട്ടികൾ അവരുടെ ഉമ്മയെ ഇഷ്ടപ്പെടുന്നു. അടുത്ത സെൻറ്റൻസ് അൽ ഉമ്മു തുസാമിഹുൽ ഔലാദ, ഉമ്മ കുട്ടികളോട് ക്ഷമിക്കുന്നു. അപ്പോൾ അതെങ്ങനെ എഴുതാം? യുഹിബുൽ ഔലാദു ഉമ്മഹും, കുട്ടികൾ അവരുടെ ഉമ്മയെ ഇഷ്ടപ്പെടുന്നു. ലി അന്നഹ തുസാമിഹുൽ ഔലാദ, കാരണം അവൾ കുട്ടികൾക്ക് ക്ഷമ നൽകുന്നു, കുട്ടികളെ ക്ഷമിക്കുന്നു, കുട്ടികളോട് ക്ഷമിക്കുന്നു. യുഹിബുൻ നാസു അൽ ജുന്ദിയ, ജനങ്ങൾ പട്ടാളക്കാരെ ഇഷ്ടപ്പെടുന്നു. അൽ ജുന്ദിയു യഹ്റുസുന്നാസ, പട്ടാളക്കാരൻ ജനങ്ങളെ സംരക്ഷിക്കുന്നു. അപ്പോൾ അതങ്ങനെ എഴുതാം? യുഹിബുൻ നാസു അൽ ജുന്ദിയ, ജനങ്ങൾ പട്ടാളക്കാരനെ ഇഷ്ടപ്പെടുന്നു. ലി അന്നഹു യഹ്റുസുന്നാസ, കാരണം അവൻ ജനങ്ങളെ സംരക്ഷിക്കുന്നു.
യുഹിബുൽ മരീലു തബീബഹു, രോഗി തൻ്റെ ഡോക്ടറെ ഇഷ്ടപ്പെടുന്നു. അത്തബീബ് യുആലിജുൽ മരീല, ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്നു. മാറ്റിയെഴുതിയാൽ യുഹിബുൽ മരീലു തബീബഹു ലി അന്നഹു യുആലിജുൽ മരീല, ഇഷ്ടപ്പെടുന്നു കാരണം രോഗിയെ അയാൾ ചികിത്സിക്കുന്നു. തുഹിബുൽ ബിന്ദു ജദ്ദതഹ, പെൺകുട്ടി തൻ്റെ ഉമ്മാമയെ സ്നേഹിക്കുന്നു. അൽ ജദ്ദത്തു തുസായിദുൽ ബിന്ദ, ഉമ്മാമ പെൺകുട്ടിയെ സഹായിക്കുന്നു. അപ്പോൾ തുഹിബുൽ ബിന്ദു ജദ്ദതഹ, പെൺകുട്ടി ഉമ്മാമയെ ഇഷ്ടപ്പെടുന്നു. ലി അന്നഹ തുസായിദുൽ ബിന്ദ, കാരണം അവർ പെൺകുട്ടിയെ സഹായിക്കുന്നു. തുഹിബുൽ ഖിത്തത്തു ഉമ്മഹ, പൂച്ചക്കുട്ടി തൻ്റെ അമ്മയെ ഇഷ്ടപ്പെടുന്നു. അൽ ഉമ്മു തുതഇമുൽ ഖിത്തത്ത, ഉമ്മ പൂച്ചക്കുട്ടിയെ ഭക്ഷണം നൽകുന്നു പൂച്ചക്കുട്ടിക്ക്. അപ്പോൾ തുഹിബുൽ ഖിത്തത്തു ഉമ്മഹ ലി അന്നഹ തുതഇമുൽ ഖിത്തത്ത. ഇംലൽ ഫറാബിൽ കലിമാത്തുൽ മുനാസിബ. കാനത്തിൽ ജസീറത്തു മുഅത്തദിലത്തൽ ജവ്വി തൂലസനത്തി, ആ ജസീറത്ത് വർഷം മുഴുവൻ സമശീതോഷ്ണമായ കാലാവസ്ഥയിലായിരിക്കും. മുഅത്തദിലത്തൽ ജവ്വി, അലിഫ്ലാം ഇട്ടുകൊണ്ട് വേണം അൽ ജവ്വി എന്നെഴുതാൻ. കാനത്തിൽ അമീറത്തു തസ്കുനു ഫി ഖസ്റിൻ ജമീലിൻ, അമീറത്ത് മനോഹരമായൊരു കൊട്ടാരത്തിലായിരുന്നു താമസിച്ചിരുന്നത്. ഹമല സയ്യാദൂന, അതാണ് ഹമല സയ്യാദൂന അൽ ഫത ഇലാ ഖസ്റിൽ അമീറത്തി, കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. ബഅദ ഹംസത്തി അഷ്ഹുരിൻ, 5 മാസങ്ങൾക്ക് ശേഷം വസലത്ത് സഫീനത്തുൻ ലഹ്മത്തുൻ ഇലൽ ജസീറത്തി, സഫീനത്തുൻ ഒരു വലിയ കപ്പൽ ജസീറത്തിലെത്തി. അലിഫ്ലാം വേണ്ട, സഫീനത്തുൻ എന്ന മതി. സഫീനത്തുൻ ലഹ്മത്തുൻ ഇലൽ ജസീറ. ഓക്കെ.